കുസാറ്റ് അപകടം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷണം പൂർത്തിയാകാതെ സർവകലാശാലയുടെ പ്രത്യേക സമിതി. ഇതോടെ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർവകലാശാല നൽകേണ്ട സാമ്പത്തിക സഹായവും വൈകുന്നു. അതേസമയം ഫെസ്റ്റിവൽ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥന് ശമ്പളം വർദ്ധിപ്പിച്ച് സർവകലാശാല ഉത്തരവിറങ്ങിയത് വിവാദത്തിലായി. കഴിഞ്ഞ മാസം കുസാറ്റിൽ നടന്ന ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയുടെ തിരക്കിൽപ്പെട്ടാണ് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. എന്നാൽ അപകടത്തിലെ അന്വേഷണം ഒരു മാസം കഴിഞ്ഞിട്ടും ഇഴയുകയാണ്. അന്വേഷണം പൂർത്തിയായെന്ന് അവകാശമുന്നയിക്കുമ്പോഴും ഇതിലെ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. അതേസമയം വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമിന് മേൽനോട്ടം വഹിക്കേണ്ട സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ PK ബേബിയുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് യഥാസമയം ഉത്തരവിറക്കാൻ സർവകലാശാല സമയം കണ്ടെത്തിയിട്ടുണ്ട്. 1,00,000 രൂപ ശമ്പളത്തിൽ വർധനവ് അനുവദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കിയത്. UGC സ്കീമിൽപ്പെടാത്ത അധ്യാപക തസ്തികയിലുള്ളവർക്ക് അസോസിയേറ്റ് പ്രൊഫസർ പദവി നൽകാൻ വ്യവസ്ഥയില്ലെങ്കിലും ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ PK ബേബിക്ക് അസോസിയേറ്റ് പ്രൊഫസർക്ക് തത്തുല്യമായ പദവി നൽകി. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള 3-അംഗ കമ്മിറ്റി PK ബേബിയെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഡിസംബർ 1-ന് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നെങ്കിലും ഒരു മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് കമ്മിറ്റി നൽകിയില്ല. ഇതോടെ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ വൈകുകയാണ്. സർവകലാശാലയുടെ ഭാഗത്തുള്ള ഗുരുതരമായ കൃത്യവിലോപം ചാൻസലർ കൂടിയായ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.